ഹലോ, വെൽക്കം ടു കുട്ടീസ് ടോക്സ്. എംകോമിലെ തേർഡ് സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ റിസർച്ച് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ടൈപ്സ് ഓഫ് റിസർച്ച് എന്താണ്, റിസർച്ച് മെത്തഡോളജി ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ചാണ്. അപ്പോൾ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് വേനാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ട് ഫൈൻഡിങ് പ്രോസസ്സാണ്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ഫസ്റ്റ് വൺ ആണ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ ടെക്നിക്സ് ഓർ ജനറലൈസേഷൻസ് വിത്ത് ഓൾഡ് ഡാറ്റ. ഓൾഡ് ഡാറ്റ കൊണ്ട് ന്യൂ ടെക്നിക്സും അതുപോലെ ജനറലൈസേഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് ടു ഫൈൻഡ് ഔട്ട് ജനറലൈസേഷൻസ് ഓർ കൺക്ലൂഷൻസ് വിത്ത് ന്യൂ ഡാറ്റ. അതായത് ന്യൂ ഡാറ്റ വെച്ചിട്ട് ജനറലൈസേഷൻസും കൺക്ലൂഷൻസും ഒക്കെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ആണ് ടു ഗെയിൻ ഫെമിലാരിറ്റി ഓർ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ് ടു എ ഫിനോമിന. ഒരു പെർട്ടിക്കുലർ ഫിനോമിനയെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഫെമിലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഫോർത്ത് വൺ ആണ് ടു ഡിസ്ക്രൈബ് ദി ആക്യുറേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഓർ എ ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വലിൻ്റെയോ ഒരു സിറ്റുവേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ആക്യുറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് വൺ ആണ് ടു ടെസ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്സ് എന്താ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഈ നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹെൽപ്സ് ഇൻ സോൾവിങ് സൊസൈറ്റി പ്രോബ്ലംസ്. സൊസൈറ്റീൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തതാണ് യൂസ്ഫുൾ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റീൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസിന് റിസർച്ച് യൂസ്ഫുൾ ആണ്. അതായത് സ്റ്റുഡൻസിനും പൊളിറ്റീഷ്യനും ഇവർക്കൊക്കെ എന്താ റിസർച്ച് യൂസ്ഫുൾ ആണ്. മൂന്നാമത്തതാണ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ബിസിനസ്സിൻ്റെ കൺസേൺസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റിംഗ് റിസർച്ച്, ഓപ്പറേഷൻ റിസർച്ച്, മോട്ടിവേഷൻ റിസർച്ച് ഇങ്ങനത്തെ റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് വൺ ആണ് ഇറ്റ് ആക്ട് ആസ് എ ബേസിസ് ഫോർ ഗവൺമെൻറ് പോളിസീസ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്. ഒരു ഗുഡ് റിസർച്ചിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിസ്റ്റമാറ്റിക്. ഒരു ഗുഡ് റിസർച്ച് എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കും. രണ്ടാമത്തതാണ് ലോജിക്കൽ. റിസർച്ച് എപ്പോഴും ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. മൂന്നാമത്തതാണ് എംപിരിക്കൽ. ഒരു ഗുഡ് റിസർച്ച് എപ്പോഴും എംപിരിക്കൽ ആയിരിക്കും. അതായത് എംപിരിക്കൽ ഡാറ്റാസ് ആൻഡ് ഫാക്ട്സിനെയൊക്കെ റിസർച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ റിസർച്ച് എന്ന് പറയുന്നത് എംപിരിക്കലാണ്. നാലാമത്തതാണ് റെപ്ലിക്കബിൾ. അതായത് ഒരു സ്റ്റഡി റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിലൂടെ റിസർച്ചിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത റിസൾട്ടൊക്കെ വെരിഫൈ ചെയ്യാൻ കഴിയണം. നെക്സ്റ്റ് പറയുന്നതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ചർ. ഒരു ഗുഡ് റിസർച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് സയൻറ്റിഫിക് മൈൻഡ്. ഒരു ഗുഡ് റിസർച്ചർക്ക് സയൻറ്റിഫിക് മൈൻഡ് ഉണ്ടായിരിക്കണം. അതുപോലെ പവർ ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം. വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ക്രിറ്റിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ചറിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റിസർച്ച് പ്രോസസ്സ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ റിസർച്ച് പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് റിസർച്ച് പ്രോസസ്സ് എന്നൊന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ ആണ് ടെൻറ്റേറ്റീവ് ഓർ ടെമ്പററി സെലക്ഷൻ ഓഫ് ദി റിസർച്ച് പ്രോബ്ലം. സെക്കൻഡ് വൺ ആണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. മൂന്നാമത്താണ് ഫൈനലൈസിങ് ദി റിസർച്ച് പ്രോബ്ലം. നാലാമത്താണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. നെക്സ്റ്റ് വൺ ഡെവലപ്പിംഗ് ദി ഹൈപ്പോത്തീസിസ്. നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് ഡിസൈൻ, ഡിറ്റർമിനേഷൻ ഓഫ് ദി സാമ്പിൾ ഡിസൈൻ. എട്ടാമത്തതാണ് കളക്ടിംഗ് ദി ഡാറ്റ. ഒമ്പതാമത്തതാണ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ്. പത്താമത്തതാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. പതിനൊന്നാമത്തതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. പന്ത്രണ്ടാമത്തതാണ് അറൈവിംഗ് അറ്റ് ജനറലൈസേഷൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. പതിമൂന്നാമത്താണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട്സ് ഓർ പ്രസൻറ്റേഷൻ ഓഫ് ദി റിസർച്ച്. നെക്സ്റ്റ് പറയുന്നതാണ് റിസർച്ച് അപ്രോച്ചസ്. റിസർച്ചിന് 2 അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അപ്രോച്ചസ് ഓഫ് ഡാറ്റ അനാലിസിസും സെക്കൻഡ് വൺ ആണ് അപ്രോച്ചസ് ഓഫ് ഡാറ്റ കളക്ഷനും. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് അപ്രോച്ച് നോക്കാം. അതായത് അപ്രോച്ചസ് ഓഫ് ഡാറ്റ അനാലിസിസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്.
ഇതെന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷനാണ്. അതിൽ ഒരുപാട് ന്യൂമറിക്കൽ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ കളക്ട് ചെയ്ത ഡാറ്റാസിനൊക്കെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് അനലൈസ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്തി ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതായത് ന്യൂമറിക്കൽ ഡാറ്റാസൊക്കെ ഗ്യാദർ ചെയ്യാനും അനലൈസ് ചെയ്യാനുമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് നേച്ചറാണ്. ഇനി രണ്ടാമതാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്. ഈ ഒരു അപ്രോച്ചിൽ ഹ്യൂമൻ ബിഹേവിയേഴ്സും എക്സ്പീരിയൻസും ഒന്നും ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയില്ല. ബിലീഫ്, ഇമോഷൻസ് ഇതൊക്കെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. സോ അതിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അതിനൊക്കെയാണ് ഈ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആണ്. അതായത് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെയും പാർട്ടിസിപ്പൻസും ഒക്കെ ആയിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടാണ്. അതുപോലെ ഈ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റൽ ഫോമിലാണ്. ഇനി മൂന്നാമത്തതാണ് മിക്സഡ് അപ്രോച്ച്. ഇതിന് പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നുണ്ട്. ഒരു റിസർച്ച് പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അതാണ് ഈ ഒരു അപ്രോച്ചിൽ യൂസ് ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവോ ഏത് മെത്തേഡ് വേണേലും ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. രണ്ടാമത്തെ അപ്രോച്ചാണ് അപ്രോച്ചസ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഡക്റ്റീവ് റീസണിങ് അപ്രോച്ച്. ഇതൊരു മെത്തേഡ് ഓഫ് റീസണിങ് ആണ്. അതായത് ഓരോ ഒബ്സർവേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ബേസിൽ ഫോം ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് തിങ്കിങ്ങിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഇൻഡിവിജ്വൽ കേസസിനെ സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ജനറലൈസേഷനിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ കേസസിനൊക്കെ നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രമാണ് ജനറലൈസേഷൻസ് ഒക്കെ നടത്തുക. ആദ്യം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ആണ് ജനറലൈസേഷനിലേക്ക് എത്തുക. അതായത് സ്പെസിഫിക് ടു ജനറൽ ആണ്. ഇനി രണ്ടാമത്തതാണ് ഡിഡക്റ്റീവ് അപ്രോച്ചസ്. ഇതിന് 4 സ്റ്റേജസ് വരുന്നുണ്ട്. അതായത് ആദ്യം ഒരു തിയറി സെറ്റ് ചെയ്യും, എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസംഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യും. അതായത് ഹൈപ്പോത്തസിസ് ഒക്കെ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ഒബ്സർവേഷൻസ് ഒക്കെ നടത്തിയിട്ട് ആ ഒരു ഹൈപ്പോത്തസിസ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പ്രൂവ് ചെയ്യും. എന്നിട്ട് അത് കൺഫേം ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജനറൽ ആയ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് എത്തുന്നത്. ഇനി മൂന്നാമത്തതാണ് അബ്ഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. അതായത് കുറേ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തി അതിൽ നിന്നും എന്തൊക്കെ ഇൻഫ്ലുവൻസസിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. അതായത് കുറേ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തി അതിൽ നിന്ന് ബെസ്റ്റ് ഇൻഫ്ലുവൻസിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ലോജിക്കൽ ഇൻഫ്ലുവൻസസിൻ്റെ ഒരു ഫോമാണ്. അതായത് ഒരു ഒബ്സർവേഷനോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനോ കണ്ടക്ട് ചെയ്തിട്ടാണ് ഏറ്റവും നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഹാർഡിൽസ് ഫേസ്ഡ് ബൈ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റിസർച്ചേഴ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലാക്ക് ഓഫ് നോളജ് ഇൻ റിസർച്ച് മെത്തേഡ്സ്. റിസർച്ചേഴ്സിന് റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ചിട്ട് വലിയ നോളജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അവരൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. സോ റിസർച്ച് മെത്തഡോളജിയെ കുറിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തുന്നത് നല്ലതാണ്. രണ്ടാമത്തതാണ് ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് മെറ്റീരിയൽസ്. റിസർച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ റെഡി അല്ലാതെ വരുമ്പോൾ അവിടെയും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തതാണ് നോൺ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. അതായത് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ റിസർച്ചേഴ്സിന് കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നാലാമത്തതാണ് നോൺ അവൈലബിലിറ്റി ഓഫ് ന്യൂ ഡാറ്റ. അതായത് റെലവൻറ്റ് ഇൻഫർമേഷൻസിനെ കുറിച്ചൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ ലൈബ്രറീസ് സ്റ്റെപ്സ് ഒന്നും ടേക്ക് ചെയ്യാതെ വരും. സോ ഡാറ്റാസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സിന് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി അഞ്ചാമത്തതാണ് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ഗൈഡ്. അതായത് റിസർച്ച് വർക്കിനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് റിസർച്ചേഴ്സിന് ആവശ്യമുണ്ട്. ആ ഒരു ഗൈഡൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി ആറാമത്താണ് ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ട്രെയിനിങ്. അതായത് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ റിസർച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് എന്ന് പറഞ്ഞതിൽ റിസർച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുവരെ ബൈ.